നമോ ഭഗവതേ വാസുദേവായ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. എൻ്റെ പേര് സുകുമാരി. ഉപാസന വിത്ത് സൂര്യലക്ഷ്മി എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ മഹാഭാഗവതം പ്രഥമസ്കന്ധം പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനം എന്ന ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദംജര്യപര്യന്തം വന്ദേ ഗുരുപരമ്പര. നമഃ ശിവായ ശാന്തായ ശുദ്ധായ പരമാത്മനെ സച്ചിദാനന്ദരൂപായ ദക്ഷിണാമൂർത്തയേ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനം. തദ്ഗുണഗണങ്ങൾ രാജേന്ദ്രശേഖരത്വം കണ്ട് ഉൾക്കുതുകേന പാണ്ഡുപുത്രരാൽ അനുദിനം ശിക്ഷിതനായുള്ളൊരു ബാലകൻ വളരും നാൾ കൃഷ്ണനന്ദനായ വിതുരൻ നടേ തന്നെ. തീർത്ഥങ്ങളാടി നടക്കുന്നവൻ പോന്നു വന്നു പാർത്ഥിവനായ ധൃതരാഷ്ട്രർ അതിബന്ധുക്കളെ കണ്ടു കൗതുകം വളർന്ന് 5-6 ദിനം പാർത്തുകൊണ്ടു രാത്രിയിൽ ധൃതരാഷ്ട്രരെ കൊണ്ടുപോയാൻ. പിറ്റേന്നാളുഷക്കാലെ നിത്യകർമ്മവും ചെയ്തു തെറ്റെന്നു ധർമാത്മജൻ അച്ഛനെ കാണാൻ ചെന്നു. കണ്ടീല പിതാവിനെ എന്തതെന്ന് അന്വേഷിച്ചിട്ട് ഉണ്ടായ പരമാർത്ഥം കേട്ടവൻ ദുഃഖത്തോടെ കുമ്പിട്ടു വസിക്കുമ്പോൾ അൻപഴും ശ്രീനാരദൻ മുൻപിൽ വന്നാവിർഭവിച്ച് ഉണ്ടായ മനസ്താപം യുക്തിയുക്തങ്ങളായ വാക്യപീയുഷം കൊടുത്തൊക്കവേ ശമിപ്പിച്ചു ഭൂപതി വീരൻ തൻ്റെ സദ്ഗതി മാർഗത്തോളം ബോധിപ്പിച്ചതയഥാ. നിർഗമിച്ചിടും മുനീന്ദ്രോക്തിമാർ ഗോപശ്രേണ്യ വിശ്വാസഭക്ത്യാ ചെല്ലും കാലത്തു മൃതരായോർ അച്ഛനും അമ്മമാർക്കും തച്ഛേഷക്രിയകളും ചെയ്തു കൃത്വാ രാജ്യവും പരിപാലിച്ചു ധർമ്മത്തോടെ വത്സരം 36 ചെന്ന് അളവിന്ദ്രാത്മജൻ കൃഷ്ണനെ കാൺമാൻ ശ്രീമദ്വാരകയകം പുക്കാൻ. കൃഷ്ണനും ഭൂഭാരം തീർത്ത് ആനന്ദപദം ചേർന്നാൻ. ജിഷ്ണുനന്ദനായ ജിഷ്ണുതാൻ ഭഗവാനെ തൃഷ്ണയാ കണ്ടു വന്ദിച്ചങ്ങുടൻ പോന്നിടുവാൻ പോയവൻ. കാലം 4 മാസം വൈകിയതെന്തെന്ന് ആയതെന്നറിയാഞ്ഞ് ദുഃഖിച്ചു ധർമാത്മജൻ ദുർനിമിത്തങ്ങൾ കണ്ടു ശങ്കിച്ചു. സഹോദരൻ തന്നോടും സകലാത്മാവാകിയ ജഗന്മയൻ പന്നകശായി വസുദേവനന്ദനൻ നമുക്ക് അന്നുണ്ടായ താപം തീർത്ത് അനുദിനം രക്ഷിച്ച പരമാത്മാ തന്നെ ലോകപ്രാപ്തിക്കാലം അവകാശമായിതോ ശിവ ശിവ. കൃഷ്ണ രാമാത്മാ രാമ ഗോവിന്ദ ശിവരാമ. ജിഷ്ണുജസഖേ പരിപാലയ കുലം മമ വിശ്വനായക ജഗൽപുണ്യമേ ദയാനിധേ. ശാശ്വതാനന്ദപ്രഭോ ശരണം മേ ചിത്തത്തിലിത്തമോർത്ത് അത്തൽ ചൊല്ലിയിടും നേരമെത്രയും തേജോഹീനനായ അതിമന്ദം ദുഃഖമുൾക്കൊണ്ടു മുഖപത്മവും വാടിത്തളർന്ന് ഉൾക്കനം വിട്ടു കരഞ്ഞ് അശ്രുക്കൾ തൂകി ശക്രനന്ദനൻ വന്നു കൈതൊഴുത് അരികത്തു നിൽക്കുമ്പോൾ അവനുടെ ഭാവം കണ്ട് അവനീശൻ മിക്കതും അവസ്ഥകൾ ഉൾക്കാമ്പിലറിഞ്ഞ് ശ്രീകൃഷ്ണാദിയതുക്കൾ തൻകുലം
കുശലം വിചാരിച്ചാൻ. ശക്രജൻ തതുത്തരം ചൊല്ലുവാൻ വല്ലാഞ്ഞു സന്തപ്തനാം അവൻ പൊട്ടിക്കരഞ്ഞു ചൊല്ലിനാൻ. നമ്മുടെ സഖി കൃഷ്ണൻ നമ്മെയും ഉപേക്ഷിച്ചു നിർമ്മലപദം പ്രാപിച്ചിടിനാൻ. മുസലിയും വന്മതം പൂണ്ടു തപോധനന്മാർ തന്നെ ചെന്നു നിർമൂലം സാംബവാദികൾ ഭത്സിച്ചുണ്ടായ ശാപാൽ വാരിധി തീരത്തിങ്കൽ പൂരിതകൃതമായോരു 7 കണിശങ്ങൾ കൊണ്ടു തങ്ങളിൽ തന്നെ യാദവന്മാരും പ്രഹരിച്ചു ചത്തൊടുങ്ങിഴൻ രാതി പൂണ്ട്. അതു കണ്ടു മാധവപ്രിയകളും മാതാവും ജനകനും ഉഗ്രസേനാദികളും വിധിഹോത്രനിൽ ചാടിക്കൂടിനാൽ അവരെല്ലാവരും ഞാനവർക്കെല്ലാം ഉദയക്രിയകളും ചെയ്തു. ദീനനായി വിടകൊള്ളും നേരത്ത് സമുദ്രവും ദ്വാരകാപുരി ഉടൻ വേഗേന മുക്കിക്കൂടി. വേരോടു കൂടെ പറിഞ്ഞുയർന്നു സന്താനവും നാരിമാരെയും വജ്രനാമിവനെയും കൊണ്ടു പാരാതെ വിടകൊണ്ടേൻ ആവതെന്തെനിക്കയ്യോ. ദേവകീ സുനോജകൾ പുണ്യകാരുണ്യാംബുധേ കേവലം സഖികളാരുള്ളതു നിന്നെ പോലെ സർവാപരാധങ്ങളെ സഹിച്ചു സദാകാലം സർവാപത്തുകൾ ഞങ്ങൾക്ക് അന്നുണ്ടായതെല്ലാം തീർത്തു കാർത്തിത് അവ്യയ സാമ്രാജ്യലക്ഷ്മി പദപ്രാപ്തി നൽകുവാൻ നമസ്തുഭ്യമന്വഹം വിഭോ. പാർത്ഥനീ വണ്ണം പറഞ്ഞാർത്തനായി കരഞ്ഞു തദ്വാർത്ത കേട്ട നേരം ധർമ്മജ്ഞന് അകതാരിൽ ചീർത്ത സന്താപം ചൊൽകിൽ ഈശ്വര നടുങ്ങിയിടും ഓർത്തു പാർത്തതു നിജധൈര്യം കൊണ്ട് അവനീശൻ പേർത്തു ഉടനടക്കി മുന്നം ഗ്രഹിച്ചിരിക്കുന്നോരു ആത്മജ്ഞാനത്താൽ അഖിലേശ്വരൻ തന്നെ കണ്ടു തൽപാദാംഭോജത്തിങ്കൽ അമാറു സകലവും കൽപ്പിച്ചു സമർപ്പിച്ചു വിശ്വസിച്ചനന്തരം രാഗാദിദോഷങ്ങളും ഏഷണത്രയങ്ങളും ഭഗവതാട്യൻ മറന്ന് ഏകാഗ്രസമബുദ്ധ്യ കാലദോഷത്താലുള്ള കാലുഷ്യമെല്ലാം തീർത്തു മേലിൽ നല്ലതു വരുത്തിയിടുവാനർത്ഥിച്ചുടൻ സോദരാമാത്യ സാമന്താദികളോടും കൂടി സാദരം പരീക്ഷിത്തിന് അഭിഷേകവും ചെയ്തു. രാജ്യമങ്ങവങ്കെല്ലാമാറുടൻ സമർപ്പിച്ചു പൂജ്യനായി മധുരയിൽ വജ്രനാമവനെയും സൂര്യസേനാധിപത്യം വാഴ്കെന്നു വിധിച്ചു തൽക്കാരണാത്മനി ചേർത്താനാശുപാവകനെയും സ്വധർമ്മനിഷ്ഠാപൂർവമുറപ്പിച്ചേവം പുനരധർമ്മഭീരു നൃപന സംഗാത്മനാതൂർണം സുവർണരത്നാഭരണാദികൾ ദാനം ചെയ്തു സുവർണ ശരീരമാത്രേണ താൻ നിവൃത്തനായി സ്വസ്ഥനായി വിരക്തനായി മുക്തനായി വിശുദ്ധനായി പ്രസ്ഥാനം ജളബധിരാന്ത മൂകരെ പോലെ ദക്ഷിണേതരയായ ദിക്കിനു തുടങ്ങിനാൻ. ദക്ഷന്മാരാകും അനുജന്മാരും കൂടെ പിമ്പെ മുക്തയാം ദ്രുപദ രാജാത്മജയോടും കൂടി സ്നിഗ്ധതയാലെ നടന്നിടിനാർ. പിരിയാതെ പിന്നാലെ പോകുന്നവരെല്ലാരും മരിച്ചു ഭൂമണ്ഡലം തന്നിൽ പതിക്കുന്നത് നോക്കിയിടാതെ മന്നവൻ വടക്കോട്ടു പിന്നെയും നടന്നുടൻ തന്നെ ധർമ്മസ്ഥിതിക്ക് അന്തരം വന്നിടാതെ വന്നോരു വൈമാനികൻ തന്നോടു കൂടിച്ചേർന്നു നിന്ന് ഉടൻ ഇന്ദ്രാലയം തന്നിൽ വാണരുളിടിനാൻ. ഖിന്നതയൊഴിഞ്ഞ് അനുജാതികളെ തന്നെ കണ്ടു തന്നെ മൂലത്തിങ്കലെല്ലാരും ലയിച്ചാർപോൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഈ ഭാഗത്തിൻ്റെ വ്യാഖ്യാനം അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കേൾക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.